അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ തജ്വീദ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. വേർതിരിക്കാം. ആ ബ്രാക്കറ്റിൽ ഖൽഖലത്തിൻ്റെ അക്ഷരങ്ങളും ഇത്തുബാഖിൻ്റെ അക്ഷരങ്ങളും അവിടെയുണ്ട്. അപ്പം ഏതാണ് എന്ന് വേർതിരിച്ച് ഓരോന്നും എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തേത് അവിടെ ഖൽഖലത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഖൽഖലത്തിൻ്റെ അക്ഷരങ്ങൾ മാത്രം എഴുതുക. ഇത്തുബാഖ് എന്നുള്ളിടത്ത് ഇത്തുബാഖിൻ്റെ അക്ഷരങ്ങൾ മാത്രം എഴുതുക. അപ്പം ഖാഫ്, ത്വാ, ബാ, ജീം, ദാൽ ഈ അക്ഷരങ്ങളെല്ലാം ഖൽഖലത്തിൻ്റെ അക്ഷരങ്ങളാണ്. അതുപോലെ സ്വാദ്, ളാദ്, ത്വാ, ളാ ഇതെല്ലാം ഇത്തുബാഖിൻ്റെ അക്ഷരങ്ങളുമാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ഒരു സ്ഥലത്ത് എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ്. 6ഓളം ചോദ്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത്. ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. ഒന്നാമത്തെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. അൽ മാഹിറു ഫിൽ ഖുർആനി മഅസ്സഫറത്തിൽ കിറാമിൽ ബററ. അതിനോട് യോജിച്ചത് എന്തായിരിക്കും? ആദ്യം നമുക്ക് ആ ബ്രാക്കറ്റിലുള്ളതൊന്ന് വായിച്ചു നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ശൂന്യമായ വീട് പോലെയാണ് സക്തയുടെ ഹാ ഇന്ന് താ ആയിട്ട് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്. അപ്പം ഒന്നാമത്തത് ഏതാണ്? അൽ മാഹിറു ഫിൽ ഖുർആനി മഅസ് സഫറത്തിൽ കിറാമിൽ ബററ. അപ്പം അതിനോട് യോജിച്ചത് എന്താണ് എഴുതേണ്ടത്? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ. ഇനി അടുത്തതോ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. അവിടെ യോജിച്ചത് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. അപ്പോൾ അതവിടെ എടുത്തെഴുതുക. മൂന്നാമത്തേത്, സിഫത്തുകൾ പാലിച്ചു കൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്. അപ്പോൾ അവിടെ അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് എന്ന് എഴുതി കൊടുക്കുക. നാലാമത്തേത്, തഅനീസിൻ്റെ ഹാഇനെ ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കേണ്ടത് താ ആയിട്ട്. അപ്പോൾ അവിടെ താ ആയിട്ട് എന്ന് എഴുതി കൊടുക്കുക. ഇനി 5ാമത്തെ ചോദ്യം, എപ്പോഴും സുക്കൂനായിരിക്കും. എപ്പോഴും സുക്കൂനായിരിക്കും എന്തിനാണ്? സക്തയുടെ ഹാ ഇന്. അപ്പോൾ അവിടെ സക്തയുടെ ഹാ ഇന് എന്ന് എഴുതി കൊടുക്കുക. 6ാമത്തത്, അല്പമെങ്കിലും ഖുർആൻ മനപ്പാടമില്ലാത്തവൻ്റെ ഹൃദയം എന്തുപോലെയാണ്? ശൂന്യമായ വീട് പോലെയാണ്. അപ്പോൾ അവിടെ ശൂന്യമായ വീട് പോലെയാണ് എന്ന് എഴുതി കൊടുക്കുക. ഇനി 3ാമത്തെ പ്രവർത്തനം ഓരോ ഉദാഹരണം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തത് ഹാ ഉത്ത് ഇനീസ്. ഹാ ഉത്ത് ഇനീസിന് ഒരു ഉദാഹരണം മാത്രം അവിടെ എഴുതി കൊടുക്കുക. കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൽ ഖാരിയ, അൽ ആഷിയ, ഫാക്കിഹത്തിൻ കസീറ, മഖ്തൂഅ, മംനൂഅ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രമാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. രണ്ടാമത്തത് ഹാ ഉ വമീറിൻ്റെ മുമ്പ് സുക്കൂൻ വന്നതിന് അൻഹു, അൻഹു തലഹ, വ ഇലൈഹി അൽ മസ്വീർ. ഏതെങ്കിലും ഒന്ന് മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി 3ാമത്തെ ചോദ്യം, സക്തയുടെ ഹാഇന് ഒരു ഉദാഹരണം ഏതാണ്? മാഹിയ, ഇഖ്തദി, മാലിയ, ഹിസാബിയ, കിതാബിയ. അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? സക്തയുടെ നൂനിന് എപ്പോഴും സുക്കൂനായിരിക്കുമെന്ന്. അതുകൊണ്ടാണ് അവിടെ സക്തയുടെ ഹാഇന് എപ്പോഴും എന്താ വന്നത്? സുക്കൂന് വന്നത്. ഇനി 4ാമത്തത്, നീട്ടി ഓതേണ്ട ഹാ ഉള്ളമീറിന് ഒരു ഉദാഹരണം ഏതാണ്? ലഹു മാഫി സമാവാതി. ലഹു അവിടെ എന്ത് വേണം? ഒരു ചെറിയൊരു വാവ് കണ്ടില്ലേ? ലഹു മാഫി സമാവാതി ബിഹി യസ്തഗ്ജിലൂൻ, ബിഹി യസ്തഗ്ജിലൂൻ. അപ്പോൾ അവിടെയൊക്കെ എന്ത് വേണം? നീട്ടി ഓതണം. ഇനി 5ാമത്തത് ഹംസത്തുൽ വസുലിന് വ അഖ്ഷൗനിൽ യൗമി. അല്ലേ, അവിടെ വ അഖ്ഷൗനിൽ യൗമി. ഹംസത്തുൽ വസുൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും
തുടക്കത്തിൽ ഉച്ചാരണത്തിൽ വരുന്നത്. അപ്പോൾ ഇവിടെ വഹ്ഷൗനി, വഹ്ഷൗൻ എന്ന് പറഞ്ഞ് നിർത്തി പിന്നെ എടുത്തോതും എങ്ങനെ വരും? അൽ യൗമി അല്ലേ? പക്ഷെ ചേർത്തി ഓതുമ്പോഴോ വഹ്ഷൗനിൽ യൗമി. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ലി നഫ്സി ഇദ്ഹബ്. അപ്പോൾ ലി നഫ്സി ഇദ്ഹബ് എന്ന് വരും ചേർത്തി ഓതുമ്പോൾ. ഈസ ഇബ്നു മറിയം, അപ്പോൾ അത് ചേർത്തി ഓതുമ്പോൾ എങ്ങനെ വരും? ഈസ ഇബ്നു മറിയം. അതുപോലെ ഇത് ഖാലത്തി ഇംറഅത്തു, അപ്പോൾ അത് ചേർത്തി ഓതുമ്പോൾ ഇത് ഖാലത്തി ഇംറഅത്തു. അപ്പോൾ ചേർത്തി ഓതുമ്പോൾ എന്ത് വരില്ല? വസ്ലിൻ്റെ അംസ ഉച്ചാരണത്തിൽ വരില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നാലാമത്തെ പ്രവർത്തനം ഉദ്ദേശം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തേത് ഇസ്തിഗ്ലാ. ഇസ്തിഗ്ലാ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ. അപ്പോൾ ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരുന്നതിനാണ് ഇസ്തിഗ്ലാ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം റിഹ്വ്. എന്താണ് റിഹ്വ്? മഖ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായ ശബ്ദം നടക്കൽ. അപ്പം അതിനാണ് എന്ത് പറയുക? റിഹ്വ് എന്ന് പറയുക. മൂന്നാമത്തേത് ഇത്തുബാക്ക്. എന്താണ് ഇത്തുബാക്ക്? നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരുന്നതിനാണ് എന്ത് പറയുക? ഇത്തുബാക്ക് എന്ന് പറയുക. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഹംസത്തുൽ വസ്ല് എന്നാൽ എന്താണ്? ഉത്തരം ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസ, അതിനാണെന്ന് പറയുക ഹംസത്തുൽ വസ്ല് എന്ന് പറയുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? കൂട്ടി ഓതുമ്പോൾ എന്ത് വരില്ല? ഉച്ചാരണത്തിൽ വരൂല. പക്ഷേ തുടക്കത്തിൽ ഓതുമ്പോൾ എന്താവും? ഫസ്റ്റായിട്ട് ഓതുമ്പം ആ ഒരു അലിഫ് ഉച്ചാരണത്തിൽ വരും, ആ ഒരു ഹംസ ഉച്ചാരണത്തിൽ വരും. അതിനാണ് ഹംസത്തുൽ വസ്ല് എന്ന് പറയുക. രണ്ടാമത്തത് ഹംസത്തുൽ ഖത്അ് എന്നാൽ എന്താണ്? ഉത്തരം തുടക്കത്തിലും ചേർത്തി ഓതുമ്പോഴും ഉച്ചാരണത്തിൽ വരുന്ന ഹംസ. അപ്പം അത് തുടക്കത്തിൽ ഓതിക്കഴിഞ്ഞാലും ചേർത്തി ഓതിക്കഴിഞ്ഞാലും അത് എന്ത് വരും? ഉച്ചാരണത്തിൽ വരും. അതിനാണ് എന്ത് പറയുക? ഹംസത്തുൽ ഖത്അ് എന്ന് പറയുക. മൂന്നാമത്തത് സിഫത്തുകൾ എന്ന് പറയുന്നു ഏതിന്? ഉത്തരം അറബി അക്ഷരങ്ങൾ അവയുടെ മഖ്റജിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ വ്യത്യാസത്തിനാണ് സിഫത്ത് എന്ന് പറയുക. ഒന്നുകൂടെ നോക്കാം. അറബി അക്ഷരങ്ങൾ അവയുടെ മഖ്റജിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ വ്യത്യാസത്തിനാണ് സിഫത്തുകൾ എന്ന് പറയുന്നത്. ഇനി ആറാമത്തെ പ്രവർത്തനം 2 വീതം എഴുതാം. ഒന്നാമത്തത് പതിവായി ഓതൽ സുന്നത്തുള്ള ആയത്തുകൾ 2 ഏതെല്ലാണ്? ആയത്തുൽ കുർസി, ലൗ അൻസൽന, പിന്നെ അത് ആമന റസൂൽ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രം അവിടെ എഴുതി കൊടുക്കുക. രണ്ടാമത്തത് പതിവായി ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ. മേലെ ചോദിച്ചത് ആയത്താണ്, ഇപ്പോൾ ചോദിക്കുന്നത് സൂറത്താണ്. ഏതാണ്? സൂറത്തുൽ ഫാത്തിഹ, സജദ, യാസീൻ, റഹ്മാനി, വാഖിഅ, മുൽക്ക്, ഇഖ്ലാസ്, മുഅവ്വിദതൈനി. അപ്പോൾ ഏതെങ്കിലും 2 മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി പൂരിപ്പിക്കാം എന്നുള്ളതാണ്. 5ഉം 6ഉം 7ഉം ഡാഷ് ഹർഫുകളുണ്ട്. 5ൽ കുറവുള്ളതോ ഡാഷ് കൂടുതലുള്ളതോ ഇല്ല. അപ്പോൾ എഴുതി കൊടുക്കാനുള്ളത് ഏതാണ്? സിഫത്തുകളുള്ള എന്നും 7 എന്നുള്ളതാണ്. അപ്പോൾ അത് പൂരിപ്പിച്ച് എഴുതി വായിക്കുമ്പോൾ എങ്ങനെ വരും? 5ഉം 6ഉം 7ഉം സിഫത്തുകളുള്ള ഹർഫുകളുണ്ട്. 5ൽ കുറവുള്ളതോ 7ൽ കൂടുതലുള്ളതോ ഇല്ല. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.